മാനസി എന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് വെറും 2 ദിവസം കൊണ്ട് പിടികൂടിയിരിക്കുന്നു. കുറ്റവാളികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. തടിച്ചുകൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തിനിടയിൽ നിന്നും പ്രതികളെയും കൊണ്ട് പോലീസ് നേരെ കോടതി വരാന്തയിലേക്ക് നടന്നു കയറവേ അത് സംഭവിച്ചു. 6 അടി പൊക്കമുള്ള അതികായയായ രാസമ്മ തൻ്റെ കയ്യിലുള്ള കൊടുവാളുകൊണ്ട് 2 പ്രതികളുടെയും കഴുത്തിലെ ഞരമ്പ് നോക്കി മാറി മാറി ആഞ്ഞുവെട്ടി. കൂടാതെ വാൾമുന കൊണ്ട് ഇരുവർക്കും പള്ളയിലും ഓരോ കുത്തുവെച്ചു കൊടുത്തു. നിമിഷനേരം കൊണ്ട് പോലീസുകാരുടെ മുന്നിൽ വീണു പിടഞ്ഞു മരിച്ചു തീർന്നു അവർ ഇരുവരും. കോടതിയും പരിസരവും കാഴ്ച കണ്ട് നടുങ്ങി വിറച്ച് വിറങ്ങലിച്ചു നിന്നു. രാഗിമിനിക്ക് അതീവ മൂർച്ചയുള്ള കൊടുമായുധം ദേഹത്ത് ഒളിപ്പിച്ചു വെച്ച ശേഷം പ്രതികളുടെ വരവും കാത്ത് കോടതി വരാന്തയിൽ തൂണിൻ്റെ മറപറ്റി നിന്ന വിദ്യാർത്ഥിനിയുടെ അമ്മയായ രാസമ്മ തൻ്റെ മകളെ പീഡിപ്പിച്ച പ്രതികളെ കൊന്ന് പ്രതികാരം വീട്ടിയിരിക്കുന്നു. നല്ല കാര്യം. ഇത് ഇങ്ങനെ തന്നെ വേണ്ടത്. ഇതുതന്നെയാണ് അതിനുള്ള ശിക്ഷ. കണ്ടുനിന്ന പലരും പരസ്യമായി തന്നെ പറഞ്ഞു. രാസമ്മയുടെ മുഖത്ത് ഒരു ചെറു മന്ദഹാസം മാത്രം. പരിഭ്രമമോ ഭയമോ ലവലേശമില്ലാതെ അവർ പറഞ്ഞു, എനിക്ക് തൃപ്തിയായി സാറേ. ഇനി എന്നെ അറസ്റ്റ് ചെയ്തോളൂ. എൻ്റെ മകളെ നശിപ്പിച്ചവരെ ഒരു പെറ്റമ്മ എന്ന നിലയിൽ അവൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല. അവർ ആവേശത്തോടെ അങ്ങനെ വിളിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളും രാസമ്മയുടെ ആ പ്രവൃത്തിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചു. ഇതൊരു സൽക്കർമ്മമാണ്, ഒരു വൃദ്ധൻ വികാരാധീനനായി പറഞ്ഞു. നാട്ടുകാർ പറയുന്ന ഈ സൽക്കർമ്മം ചെയ്യാൻ രാസമ്മയെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് നോക്കാം. കാടിനോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിലാണ് രാസമ്മയും മകൾ മാനസിയും താമസിക്കുന്നത്. നാട്ടിൻപുറത്തു നിന്നും കുടിയേറി വന്ന 10-20ഓളം പേർ ചേർന്ന് വനഭൂമി കയ്യേറിയാണ് അവിടെ കുടിൽ കെട്ടി കൂടിയിരിക്കുന്നത്. പക്ഷേ ആരെങ്കിലും ചോദിച്ചാൽ പട്ടയമുണ്ടെന്നും ആധാരമുണ്ടെന്നും അവർ അവകാശപ്പെടാറുണ്ട്. കുറുകെ പുഴകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്തുള്ള ദേശത്തു നിന്നും ഇത്രയും ദൂരം വന്ന് താമസിക്കാൻ അവർക്ക് മടിയില്ല. കാരണം പാറമടയിലേക്ക് പോകുന്ന ഒരു റോഡ് ഉള്ളതുകൊണ്ട് അവർക്ക് ഗതാഗതത്തിന് തടസ്സമൊന്നുമില്ല. ജനങ്ങൾ ധാരാളമുള്ള ആ ഗ്രാമത്തിൽ നിന്നും 50 രൂപ റിക്ഷയ്ക്ക് വാടക കൊടുത്താൽ ഇവിടെ എത്തിച്ചേരാം എന്നതാണ് വലിയൊരാശ്വാസം. എന്നാൽ അല്പം തറുതലയും കുഞ്ഞായ്മയും കുരുത്തക്കേടും തങ്ങൾ ആദ്യം താമസിച്ച ഗ്രാമത്തിൽ ഒപ്പിച്ച ചിലരാണ് അവിടെ നിന്നും പലായനം ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അങ്ങനെ മുമ്പ് താമസിച്ച ഗ്രാമത്തിൽ ഒരു വാടക കെട്ടിടത്തിൽ ശരീരം വിറ്റ് ജീവിച്ചു കൊണ്ടിരുന്ന രാസമ്മ സദാചാര പോലീസിൻ്റെയും അയൽവാസികളുടെയും ശല്യം സഹിക്കവയ്യാതായപ്പോഴാണ് ഇത്തിരി ദൂരം ഇവിടെ വന്ന് സർക്കാരിൻ്റെ കുറച്ച് സ്ഥലം കയ്യേറി കുടിൽ കെട്ടിയത്. അതുകൊണ്ട് തന്നെ രാസമ്മയ്ക്ക് തൻ്റെ തൊഴിൽ ചെയ്യാൻ ഇപ്പോൾ സൗകര്യമായി. പഴയ പോലെ തന്നെ ഇപ്പോഴും രാസമ്മയെ തേടി രാത്രികാലങ്ങളിൽ ഇവിടെയും ആൾക്കാരുടെ പോക്കുവരവുണ്ട്. മാനസി 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അമ്മയുടെ പ്രവർത്തികൾ അവൾ ശ്രദ്ധിക്കാറില്ല. കുടിലിൻ്റെ ഒരു മൂലയിൽ പോയിരുന്ന് അവൾ പഠിക്കും. അവളെ പഠിപ്പിച്ച് നല്ലൊരു ആളാക്കണമെന്ന ആഗ്രഹം രാസമ്മയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ തിന്നാൻ വരുന്ന മറ്റുള്ള കഴുകന്മാരുടെ കണ്ണുകളിൽ നിന്നും വളർന്നു സുന്ദരിയായി വരുന്ന മോളെ നിധി കാക്കുന്ന ഭൂതത്തെപ്പോലെ രാസമ്മ ജാഗ്രതയോടെ പരിപാലിക്കുന്നു. തന്നെ കാണാൻ വന്ന കസ്റ്റമർ ആഗ്രഹം സാധിച്ച് തൻ്റെ കുടിലിൻ്റെ പരിസരം വിടുന്നതുവരെ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. വിളക്കണച്ച് ഉറങ്ങാൻ നേരത്തെങ്ങാനും വന്നാൽ പിന്നെ രാസമ്മ ആരെയും കയറ്റാറില്ല. മകൾ എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ച നേരം ഒരു സായാഹ്നം കാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിറകൊക്കെ തീർന്നു. മോളെ, ഞാൻ ചുള്ളിയൊടിക്കാൻ കാട്ടിൽ പോവുകയാണ്. വരുന്നോ നീ? ഞാൻ വരുന്നു അമ്മേ. എനിക്ക് കാട്ടിലെ ചോലയിൽ കുളിക്കണം. എത്ര നാളായി ചോലയിലൊന്ന് നീന്തിത്തുടിച്ച് കുളിച്ചിട്ട്. മാനസി തൻ്റെ ആഗ്രഹം അമ്മയെ അറിയിച്ചു. വാ പോകാം. രാസമ്മ ചെറ്റ കൊണ്ട് കുടിലിൻ്റെ പ്രവേശനാഴി അടച്ച ശേഷം മകളോട് പറഞ്ഞു. പൊതുവെ പഠനത്തിൽ ശ്രദ്ധിക്കുന്ന അവൾ പഠിക്കാനെന്നും പറഞ്ഞ് അവിടെ കുത്തിയിരിക്കുകയാണ് പതിവ്. പക്ഷേ എക്സാം കഴിഞ്ഞതുകൊണ്ട് അവൾ അമ്മയോടൊപ്പം തോർത്തുമെടുത്ത് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിലെത്തിയ രാസമ്മ ചുള്ളിക്കമ്പുകളും ഉണക്ക വിറകും ശേഖരിച്ചു തുടങ്ങി. മാനസി ആ കാട്ടിലെ ഒരു കുഞ്ഞരുവി തീരത്ത് അല്പസമയം അതിൻ്റെ ഭംഗി നോക്കി നിന്നു. പിന്നെ അതൊഴുകുന്ന തീരത്തുകൂടെ നടന്നു നീങ്ങി. പാറയിടുക്കിലൂടെ ഒഴുകി വരുന്ന ആ കൊച്ചു പൂഞ്ചോല അല്പം സമതലത്തിലൂടെ പരന്നൊഴുകുമ്പോൾ ഒരു തടാകം പോലെ തീർത്ത ഒരു സ്ഥലത്തെത്തിയപ്പോൾ മാനസിക്ക് കുളിക്കാൻ തോന്നി. അവിടെയുള്ള ഒരു കൊച്ചു പാറയിൽ അവൾ കയറിയിരുന്ന് തൻ്റെ പാദങ്ങൾ ആ വെള്ളത്തിൽ നനച്ച് കളിച്ചുകൊണ്ടിരുന്നു. ദേ ഒരു കിളി. എവിടെ? കിളി പോലൊരു പെണ്ണ്. അതെ, കൊള്ളാലോ, കൊച്ചു പെണ്ണാണല്ലേ. ഈ സമയത്ത് കാട്ടിലെ പക്ഷികളെയും മറ്റും നിരീക്ഷിച്ച് പടം പിടിക്കാനിറങ്ങിയ 2 ഫോട്ടോഗ്രാഫർമാർ അതുവഴി വന്നു. അവർ മാനസിയെ കണ്ടു. അവർ അത്ഭുതം കൂറി.
ഈ കാട്ടിൽ എങ്ങനെ ഒരു പെൺകുട്ടി തനിച്ചെത്തപ്പെട്ടു? അവർ ശബ്ദമുണ്ടാക്കാതെ അവളെ മറഞ്ഞിരുന്ന് നിരീക്ഷിച്ചു. പക്ഷെ മാനസി അവരെ കണ്ടില്ല. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ഒന്ന് മൂരി നിവർന്നു. പാറയ്ക്കിടയിൽ പതുങ്ങിയിരുന്ന അവർ പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാരിയാണെങ്കിലും യൗവനയുക്തമായ മാനസിയുടെ ശരീരം ഇപ്പോൾ ശരിക്കും കണ്ടപ്പോൾ ഒരു നിമിഷം അന്താളിച്ചു പോയി. ഈ കാട്ടിൽ ആരപ്പ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി, അതും ഒറ്റയ്ക്ക്? അവർ ഒച്ചയുണ്ടാക്കാതെ അവളുടെ ചലനങ്ങളെ സാഗൂതം വീണ്ടും വീക്ഷിച്ചു കൊണ്ടിരുന്നു. അവൾ വെള്ളത്തിലിറങ്ങി. അരപ്പാവാടയിട്ട അവൾ അത് പൊക്കിപ്പിടിച്ച് വെളുത്തു തുടുത്ത ചെമ്പക നിറമാർന്ന കാലുകൾ കൊണ്ട് കുഞ്ഞോളങ്ങൾ തീർത്തുകൊണ്ട് ജലത്തിൽ ക്രീഡിച്ചപ്പോൾ ആ കാഴ്ചകളാണ് കേസരികളായ അവരെ വല്ലാതെ ആകർഷിച്ചത്. തങ്ങളുടെ കയ്യിലുള്ള വീഡിയോ ക്യാമറയിൽ അവർ ആ ചിത്രങ്ങൾ അവൾ അറിയാതെ പകർത്തി. അല്പം കഴിഞ്ഞപ്പോൾ മാനസിക്ക് കുളിക്കാൻ തോന്നി. വിജനമായ ആ കാട്ടിൽ അവൾ ഇതിനു മുമ്പും കുളിക്കാറുണ്ട്. ആരുടെയും സാമീപ്യമോ ഉപദ്രവമോ ഉണ്ടാകാറില്ല എന്നതുകൊണ്ട് തന്നെ അവൾ ഭയലേശമന്യേ അവളുടെ വസ്ത്രങ്ങൾ ശരീരത്തിൽ നിന്നും ഓരോന്നായി മാറ്റാൻ തുടങ്ങി. കണ്ടുനിന്ന ഫോട്ടോഗ്രാഫേഴ്സ് തങ്ങളുടെ ക്യാമറയിൽ അതും പകർത്തി തുടങ്ങി. പാവാടയും ബ്ലൗസും മാറ്റി. വീഡിയോ പിടിക്കുന്നവർക്ക് കൗതുകം വർദ്ധിച്ചു. ഇപ്പോൾ സിമ്മിയും പാൻറ്റീസും മാറ്റി. പരിപൂർണ്ണ നഗ്നയായി അവൾ പാറപ്പുറത്ത് നിന്നു. എന്നിട്ട് തോർത്ത് കയ്യിലെടുത്ത് അത് അരയിൽ ചുറ്റി അവൾ വെള്ളത്തിൽ എടുത്തു ചാടി. അവൾ നീന്തിത്തുടിച്ച് കുളിച്ചു. അത് കണ്ടുനിന്ന് അവർക്ക് പിന്നെ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ക്യാമറകൾ കരയിൽ വെച്ച് അവൾ അറിയാതെ അവരും വെള്ളത്തിൽ ഊളിയിട്ടിറങ്ങി. നീന്തലിൻ്റെ ശബ്ദത്തിൽ അവളൊന്നും കേട്ടില്ല. മുങ്ങാങ്കുഴി ഇട്ടുകൊണ്ട് രണ്ടുപേരും ജലത്തിനുള്ളിൽ കൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി. നിമിഷ നേരം കൊണ്ട് വെള്ളത്തിൽ കുളിക്കുകയായിരുന്ന അവളെയും പൊക്കിയെടുത്തുകൊണ്ട് അവർ കരയിലേക്ക് വന്നു. അവൾ ഒച്ചയുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ചു. ബലിഷ്ഠമായ അവരുടെ കരങ്ങളിൽ കിടന്ന് പേടിച്ചരണ്ടുപോയ അവൾ കുറേ നേരം ഒന്നും മിണ്ടാനാവാതെ അവരുടെ കൈകളിൽ കിടന്ന് പിടഞ്ഞു. ഒരാൾ വായയും മൂക്കും ഒരുമിച്ച് പൊത്തിപ്പിടിച്ചത് കാരണം ക്രമേണ അവളുടെ ബോധം നശിച്ചു. ആ സമയം മതിയായിരുന്നു അവർക്ക്. ദേഹത്ത് വസ്ത്രങ്ങളൊന്നും ഇല്ലാത്തത് കാരണം വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അവളിൽ കാര്യം സാധിക്കാൻ പറ്റി. ഉണക്കവിറക് തേടി കാടിൻ്റെ വേറൊരു ഭാഗത്ത് എത്തിച്ചേർന്ന രാസമ്മ ഇത് അറിഞ്ഞതേയില്ല. എടാ, സംഗതി അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ അവൾ ഉണർന്നാൽ സംഗതി പ്രശ്നമാണ്, ഒരുവൻ പറഞ്ഞു. അവൾക്ക് അനക്കമൊന്നും കാണുന്നില്ലല്ലോ. അതും പറഞ്ഞ് മറ്റവൻ അവളുടെ ശ്വാസഗതി ശ്രദ്ധിച്ചു. ഒരനക്കവുമില്ല. എടാ, ഇവൾ മരിച്ചുപോയെന്നാ തോന്നുന്നത്. അയ്യോ, എങ്കിൽ വേഗം പോകാം. അതിനു മുമ്പ് ഒരു പണിയുണ്ട്, ഇവളെ പിടിക്ക്. അവർ അവളെ എടുത്ത് അരുവിയിലേക്ക് എറിഞ്ഞു. മുങ്ങി മരിച്ചതാണെന്ന് കരുതിക്കോളും, അവർ പരസ്പരം പറഞ്ഞു. ശേഷം വേഗം തങ്ങളുടെ ക്യാമറയും മറ്റുമായി സ്ഥലം വിട്ടു. ശേഖരിച്ച വിറകിൻ്റെ കെട്ടുമായി രാസമ്മ അവളെന്നും കുളിക്കാറുള്ള സ്ഥലത്തേക്കെത്തി. ആ കാഴ്ച കണ്ട് അവർ ഞെട്ടിത്തരിച്ചുപോയി. ആ വെള്ളക്കെട്ടിൽ വെറും തോർത്തൊടുത്ത് മരിച്ചു പൊങ്ങിക്കിടക്കുന്ന മകളെ കണ്ടവർ ഉച്ചത്തിൽ നിലവിളിച്ചു. അയ്യോ, എൻ്റെ മോളെ! ആ കാട്ടിലവർ അലറിക്കരഞ്ഞു. ആര് കേൾക്കാൻ? അവളെ പുഴയിൽ നിന്നും കരയ്ക്ക് കയറ്റി വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അവർ അറിയിച്ചതിനനുസരിച്ച് ആൾക്കാർ വന്ന് പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തി രാസമ്മയുടെ മൊഴിയെടുത്ത് FIR തയ്യാറാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പരിശോധനയിൽ ബലാത്സംഗം നടന്നതായി തെളിഞ്ഞു. ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയ ബീജ സാമ്പിളുകൾ പോലീസ് പരിശോധനയ്ക്ക് അയച്ചു. പോലീസിൻ്റെ കൊണ്ടുപിടിച്ച അന്വേഷണത്തിനൊടുവിൽ ഗ്രാമത്തിലെ കവലയിൽ സ്ഥാപിച്ച CCTVയിൽ നിന്നും സംഭവ ദിവസം രാവിലെ കാട്ടിലേക്കുള്ള വഴിയിൽ കൂടി 2 ബൈക്ക് യാത്രികർ പോയതായി ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ പിടികൂടി. അവരെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ഈ ദിവസം. പ്രതികളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കുന്ന വിവരം രാസമ്മ അറിഞ്ഞിരുന്നു. മകളെ നശിപ്പിച്ച ദുഷ്ടന്മാർക്ക് കോടതി ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് തൻ്റെ വിധി നടപ്പിലാക്കുകയായിരുന്നു ആ അമ്മ, തൻ്റെ കൊടുവാളുകൊണ്ട് അവിടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.